ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്വിഗ്ഗിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വർക്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ 2 ഓർഡറാണ് കിട്ടി. കുറേ കാലത്തിന് ശേഷം നമ്മൾ വർക്കിന് ഇറങ്ങിയതാണ് കേട്ടോ. എന്താ പറയുക, കുറേ ആയി, ഒരു 2-3 മാസമായി വർക്കിന് ഇറങ്ങാതെ നിന്നിട്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇറങ്ങി. അപ്പം മഴ, ഇപ്പോൾ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന ടൈം നല്ല വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെ കേട്ടോ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. അപ്പം ഒന്ന് സർജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 25 രൂപ എല്ലാ ഓർഡറിനും വരുന്നുണ്ട് കേട്ടോ. ഓർഡർ നല്ല സർജ് പേ ആണ്. മഴയുള്ളതുകൊണ്ട് സർജിന് ഇറങ്ങുന്ന വണ്ടി പറഞ്ഞാൽ നമ്മളെ CT കേട്ടോ. CT 110X-ലാണ് നമ്മൾ വർക്കിന് ഇറങ്ങുന്നത്. പിന്നെ നല്ല പുറത്ത് മഴ പെയ്യാണ്. നമ്മൾ സോണിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോണിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ആപ്പ് എടുത്തിട്ട് ഓൺലൈൻ ആക്കാം കേട്ടോ. സ്വിഗ്ഗിൻ്റെ ആപ്പ് എടുത്തിട്ട് ഇപ്പോൾ ഓഫ്ലൈൻ ആണല്ലോ, ഇപ്പോൾ ഓൺലൈൻ ആയി കൊടുക്കുക. സംഭവം ഓൺലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ആക്കിയപ്പോൾ തന്നെ ഇതാ ഒരു ഒറ്റ ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. സീഗാർ ഹോട്ടലിനാണ് അടിച്ചത്. അപ്പോൾ അക്സെപ്റ്റ് ഓർഡർ എടുക്കുക. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ഓർഡർ ആ സീഗാർ ഹോട്ടലിനാണ് കേട്ടോ. അത് എടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു നമ്പർ ഉണ്ട്, എന്താ പറയുക, റീച്ച് ലൊക്കേഷൻ കൊടുത്തിട്ട് 7507 കേട്ടോ. അതാണ് നമ്മളെ നമ്പർ, ഓർഡർ ID. സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 62. നമ്മൾ ആ പിക്കപ്പ് കംപ്ലീറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ IAM-ലേക്ക് കേട്ടോ. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ നോക്കാം. 2 കിലോമീറ്ററാണ്. 2 കിലോമീറ്ററിനാണ് 24 രൂപേൻ്റെ ഓർഡർ കേട്ടോ. ഫസ്റ്റ് ഓർഡറാണ്. ഫസ്റ്റ് തന്നെ സർജ് ഒന്നുമില്ല കേട്ടോ. സർജ് കിട്ടിയിട്ടില്ല. അപ്പോൾ സർജ് ഓഫായി പോയിട്ടുണ്ടാവും. കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ റീച്ച് കസ്റ്റമർ ലൊക്കേഷൻ കൊടുക്കുക. അപ്പോൾ കസ്റ്റമർ കോൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഹോസ്റ്റലാണ്. അപ്പോൾ അവിടെ നിന്ന് കസ്റ്റമറെ കോൾ ചെയ്യണം. ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെലിവറി കംപ്ലീറ്റ് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഓർഡർ പറഞ്ഞാൽ 49 രൂപ കേട്ടോ. 25 രൂപ റെയിൻ്റെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. റെയിൻ സർജ് 25 രൂപ കേട്ടോ എക്സ്ട്രാ കിട്ടിയത്. അപ്പോൾ 25 രൂപ എക്സ്ട്രാ പെർ ഓർഡറിന് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ റെയിൻ സർജ് ആട്ടോ വരുന്നത്. ഫസ്റ്റ് ഓർഡറാണ് കംപ്ലീറ്റ് ആയി. അതിലിപ്പോൾ 49 രൂപയാണ് ഫസ്റ്റ് ഏണിങ്സ് കിട്ടിയിട്ടോ. 2 കിലോമീറ്ററാണ് ഓടി കേട്ടോ. അപ്പോൾ ഓൺലൈനാണ് ഉള്ളത്. ഇപ്പോൾ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ 6 ഓർഡർ എടുത്താൽ 55 രൂപയും, അതേപോലെ തന്നെ 12 ഓർഡർ എടുത്താൽ 130 രൂപയും, 18 ഓർഡർ എടുത്താൽ 225 രൂപയാണ് ഇവർ തരുന്നത് കേട്ടോ. പുതിയ അപ്ഡേഷന് കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയുക, അപ്പോൾ ഷിഫ്റ്റ് ബുക്ക് ചെയ്താലേ നമുക്ക് വർക്കിന് ഇറങ്ങാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ ഇങ്ങനെ 6 ഓർഡർ എടുത്താൽ 55, അങ്ങനെ 12 ഓർഡർ എടുത്താൽ 130, അങ്ങനെയൊക്കെ പുതിയ അപ്ഡേഷനിലാണ് കേട്ടോ. പഴയ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എത്ര 320 350 രൂപ എടുത്താൽ 60 രൂപ അങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റത്തെ ഓർഡറിന് 24 രൂപയാട്ടോ ഫസ്റ്റ് കാണിച്ച്. അപ്പോൾ സർജിൻ്റെ കാണിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആ സർജിൻ്റെ കാര്യം പറയാതെ കേട്ടോ. പിന്നെ സർജ് ഓൺ ആയതാണോ എന്നറിയത്തില്ല. പിന്നെ 25 രൂപ എക്സ്ട്രാ പെർ ഓർഡറിന് വരുന്നുണ്ട് കേട്ടോ. റെയിൻ സർജാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളെ സോണ് വരുന്നത് പറഞ്ഞാൽ കുന്നമംഗലം സോണാട്ടോ വരുന്നത്. കുന്നമംഗലം സോൺ പറഞ്ഞാൽ വീടിൻ്റെ അടുത്തുള്ള സോണായതുകൊണ്ടാണ് അത് എടുക്കാൻ കാരണം. പണി കഴിഞ്ഞിട്ട് വൈകുന്നേരം ഓടാൻ വേണ്ടിയിട്ടാണ് ആ സോണ് എടുത്തത് കേട്ടോ. പിന്നെ ഏറ്റവും തോനെ ഓർഡർ വരുന്നത് മാവൂർ റോഡും പിന്നെ ബീച്ച് സോണും ആണ് നല്ല ഓർഡർ വരുന്നത്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് കുന്നമംഗലം സോണ് കുറവാട്ടോ, ഓർഡർ കുറവാണ്. ഏറ്റവും തോനെ ബീച്ച് സൈഡായിരിക്കും അധികം ഓർഡർ തോനെ ഉണ്ടാവുക. അപ്പോൾ നമ്മളെ സോണ് കാണിച്ചു തരാം. സോണ് പറഞ്ഞാൽ നമ്മളെ സോണ് കാരണം കുന്നമംഗലം സോൺ ഇതാട്ടോ വരുന്നത്. കോഴിക്കോടുള്ള കുന്നമംഗലം സോണാട്ടോ ഇത്. ചെറിയ ഏരിയ ആണ്, എന്നാലും കുഴപ്പമില്ലാത്ത റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുന്നമംഗലത്ത് കഴിഞ്ഞാൽ പിന്നെ കൊടുവള്ളിയാണ് ഒരു റെസ്റ്റോറൻറ്റ്, ചിക്കിങ്, പിന്നെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് അവിടെ കൊടുവള്ളി ഭാഗത്ത് കേട്ടോ. ചിക്കിങ് ആണ് അധികം അടിയല അവിടുന്ന്.
അപ്പോൾ പുറത്തൊക്കെ അടിപൊളി മഴ കേട്ടോ. അതായത് ഓർഡർ അടിച്ചിട്ടില്ല, 7:05. അപ്പോൾ സർജ് എക്സ്ട്രാ സർജ് 35 രൂപയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അതായത് ഓർഡർ അടിച്ചില്ല, ഓരോ ഓർഡർ ആയിട്ടുള്ളൂ കേട്ടോ. 1 മണിക്കൂറായി, 49 രൂപ കേട്ടോ കിട്ടി. സമയതാ 7:20 ഓരോ ഓർഡറേ മാത്രമേ അടിഞ്ഞിട്ടുള്ളൂ. 5:50 അങ്ങനെയാണ് ഓൺലൈൻ ആക്കി കേട്ടോ. ഒരു 6 മണീൻ്റെ ആ ടൈമിലാണ് ഓൺലൈൻ ആക്കി. ഫസ്റ്റ് ഓർഡർ അടിച്ച് പെട്ടെന്ന് തന്നെ ഓർഡർ അടിച്ചപ്പോൾ ഓർഡറൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഫസ്റ്റ് ഓർഡർ പെട്ടെന്ന് തന്നെ അടിച്ചപ്പോൾ അപ്പോൾ 7:20 ഒരു ഓർഡർ പോലും ഉള്ളൂ കേട്ടോ. അപ്പോൾ 7:30 വരെ വെയിറ്റ് ചെയ്യും. 7:30 കഴിഞ്ഞാൽ ഓഫാക്കി പോവുക കേട്ടോ വീട്ടിലേക്ക്. വെറുതെ അത്രയും നേരം നിന്നിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ ഓർഡർ എന്നാൽ ആകെ ഒരു ഓർഡറാണ് കിട്ടി. അപ്പോൾ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 49 രൂപേൻ്റെ ഓർഡറാണ് കിട്ടി. എന്താ പറയുക, പിന്നെ വേറെ ആൾക്കാരോട്, സ്വിഗ്ഗിയിൽ ഓടുന്ന ആൾക്കാരോട് ചോദിച്ച് അപ്പോൾ ഓർഡർ ഉണ്ടോയെന്ന്. അപ്പോൾ അവരും പറഞ്ഞ് ഓർഡറൊന്ന് പറ്റിയ ക്ഷീണമാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ 1.5 മണിക്കൂർ നമ്മൾ ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ഓർഡറാണ് കിട്ടിയത്. അതും 2 കിലോമീറ്ററിൻ്റെ ഓർഡറാണ്. സർജറക്കും 49 രൂപ കേട്ടോ ഓർഡർ ഏണിങ്സ് കിട്ടിയത്. ഫസ്റ്റ് ഓർഡർ കിട്ടിയപ്പോൾ കണ്ടമാനം ഓർഡർ ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ. ഫസ്റ്റ് ഓർഡർ പറഞ്ഞാൽ ഓണാക്കി ഒരു ഏകദേശം 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓർഡർ അടിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊന്നും അടിയല്ല, ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ കിട്ടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അടിച്ചപ്പോൾ വിചാരിച്ച് കണ്ടമാനം ഓർഡർ ഉണ്ട്, അപ്പോൾ ഒന്ന് കൊടുത്ത് വേഗം തന്നെ ഓർഡർ പെട്ടെന്ന് അടിയെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓർഡർ അടിയുന്നില്ല കേട്ടോ. അതുകൊണ്ട് വീട്ടിലേക്ക് നിർത്തിപ്പോയി. ഇത്രയും നേരം മഴ, പുറത്തൊക്കെ നല്ല അടിപൊളി മഴ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഓർഡർ ഇത്രയും മഴയും കൊണ്ടിട്ട് ഓർഡറൊന്നും ഇല്ലാതെ വെറുതെ നിന്നിട്ട് കാര്യമില്ല. സർജ് ഉണ്ട്, സർജ് 35 രൂപയൊക്കെ തരുന്നുണ്ട്. 7 മണി കഴിഞ്ഞാൽ സർജ് 35 രൂപയ്ക്ക്. അതിന് മുമ്പ് 25 രൂപയാണ് കേട്ടോ സർജ് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം മഴയൊക്കെ കൊണ്ട് വെറുതെ നിന്നിട്ട് ഓർഡറൊന്നും ഇല്ലാതെ വീട്ടിലേക്ക് പോകാമെന്ന് തന്നെ വിചാരിച്ചു.